നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാടൻ റോഡുകളിൽ പൊതുജനങ്ങളുടെ നടുവൊടിക്കുന്ന കുഴികൾ. മഴക്കാലമെത്തിയിട്ടും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാൻ നടപടിയില്ല. എസ്റ്റിമേറ്റ് കരാർ ലോബികൾ അരങ്ങ് തകർക്കുന്നു. ബാണാസുര സാഗറിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ ജൂണിൽ കമ്മീഷൻ ചെയ്യും. സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ല പ്രഖ്യാപനം മന്ത്രി എം മണി 27-ന് കൽപ്പറ്റയിൽ നടത്തും. മർച്ചന്റ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട്. മാനന്തവാടിയിൽ തിരഞ്ഞെടുപ്പ് മാറ്റി. ആദിവാസി വിദ്യാഭ്യാസത്തിന് മുടക്കുന്ന കോടികൾ പാഴിൽ. 70% അക്ഷരങ്ങൾ അറിയില്ല. വരൾച്ച നേരിടാൻ 80 കോടി ചെലവിടുമ്പോൾ തലക്കുളങ്ങളും മൺചിറകളും സംരക്ഷിക്കുന്നതിന് പ്രാമുഖ്യം നൽകണമെന്ന് പുൽപ്പള്ളിയിൽ കർഷക സംഘടനകൾ. വയനാടിന്റെ കർണാടക അതിർത്തി മേഖലകളിൽ ലഹരി കടത്തുന്ന കാർട്ടലുകൾ. കാടുകളിൽ വിദേശ രാസലഹരി സംഭരണമെന്ന മിലിറ്ററി ഇന്റലിജൻസ്. വാർത്തകൾ വിശദമായി. കാലവർഷം തുടങ്ങാൻ 3 ദിനം മാത്രം. ജില്ലയിലെ പൊട്ടിപ്പൊളിഞ്ഞ താറുമാറായ ഡസൻ കണക്കിന് റോഡുകൾ കുഴിയടയ്ക്കാനോ നവീകരിക്കാനോ ഇതുവരെ പൊതുമരാമത്ത് വകുപ്പോ ജില്ലാ ഭരണകൂടമോ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പൊതുജനങ്ങളുടെ നടുവൊടിക്കുന്ന ക്രൂരവിനോദം റോഡുകളിൽ തുടരുമ്പോഴും കൽപ്പറ്റയിലെ ബന്ധപ്പെട്ടവരുടെ ഓഫീസുകളിൽ വെള്ളാനഭരണം പൊടിപിടിക്കുന്നു. ഫെബ്രുവരി 28-നകം ജില്ലയിലെ പ്രധാന റോഡുകളുടെ കുഴിയടയ്ക്കണമെന്ന പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരന്റെ നിർദ്ദേശത്തിന് PWD ഓഫീസുകളിലെ ഭരിപ്പുകാർ പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് പണം വകയിരുത്തിയ റോഡുകളിൽ പോലും അറ്റകുറ്റപ്പണിയോ നവീകരണ പ്രവൃത്തികളോ നടത്തിയിട്ടില്ല. ഒന്നുകിൽ എസ്റ്റിമേറ്റ് തയ്യാറായില്ല, അല്ലെങ്കിൽ ടെൻഡർ നടപടികളായില്ല, ഉടൻ റോഡ് നന്നാക്കും തുടങ്ങിയ ഷെഡ്യൂൾഡ് മറുപടികൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ജില്ലാ ഓഫീസുകളിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ സംസ്ഥാനത്താകെ ഒരു ഏജൻസിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കരാറെടുക്കേണ്ടത് സംസ്ഥാനം മൊത്തം റോഡുണ്ടാക്കുന്നവരാണ് തുടങ്ങിയ വിശദീകരണങ്ങൾ തകർന്ന റോഡുകളിൽ ഗതികെട്ട യാത്ര നടത്തുന്ന വയനാടൻ ജനതയ്ക്ക് അരോചകമായാണ് തോന്നാറ്. ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ജില്ലാ ഭരണകൂടവും സിവിൽ ഭരണാധികാരികളും MP-യും 3 MLA-മാരും ഉണ്ടായിട്ടും തകർന്ന റോഡുകളുടെ കാര്യത്തിൽ തീരുമാനമായില്ല. പൊതുമരാമത്ത് വകുപ്പ് തന്നെ വയനാട്ടുകാരെ സംബന്ധിച്ച് കുറെ വെള്ളാനകളെ പോറ്റാനുള്ള ഇടമാവുകയാണ്. പനമരം നടവയൽ റോഡ് കിലോമീറ്ററുകളോളം ദൂരം വെറും കുഴികളാണ്. പനമരം നെല്ലിയമ്പം റോഡ് ഇരുവശങ്ങളിലും റോഡ് തന്നെ ഇല്ലാത്ത സ്ഥിതിയാണ്. നെരുവിൽപ്പുഴ മാനന്തവാടി റോഡ്, തരുവണ നെരുവിൽപ്പുഴ റോഡ്, കുഞ്ഞോം റോഡ്, ജില്ലയിൽ ചന്ദ്രഗിരി കൺസ്ട്രക്ഷൻ എന്ന കമ്പനി നിർമ്മിച്ച പൊട്ടിപ്പൊളിഞ്ഞ 11 റോഡുകൾ, ഷെഡ്, താന്നിത്തെരുവ്, മുള്ളൻകൊല്ലി റോഡ് തുടങ്ങി പേര് നിരത്താനാവാത്തത്ര റോഡുകളും, മേപ്പാടി കോഴിക്കോട് അന്തർ സംസ്ഥാന പാതയും, കാരാപ്പുഴ അമ്പലവയൽ റോഡ്, ചുണ്ടേൽ സൂചിപ്പാറ റോഡ് തുടങ്ങിയ വയനാട്ടിന്റെ ജീവനാഠികളായ റോഡുകൾ തകർന്ന് തരിപ്പണമായിട്ടും ജില്ലാസ്ഥാനത്തെ വീതിയേറിയ ദേശീയപാതയുടെ വട്ടത്തിൽ ചുറ്റിത്തിരിയുകയാണ് ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിന്ദിക്കുന്ന ഈ ഏർപ്പാടിന് ഉടൻ അറുതി ഉണ്ടാക്കണമെന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. മാനന്തവാടി ജില്ലാശുപത്രി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ഡ്രൈവേഴ്സ് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട വിഭാഗം സെക്ഷൻ ഓഫീസ് ഉപരോധിച്ചു. MP ശശികുമാർ, P ബിജു, K റിന്റു, KP രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. നിരവിൽപ്പുഴ കുഞ്ഞോം റോഡ് പാടെ തകർന്നു. സർവീസ് നിർത്താനൊരുങ്ങി സ്വകാര്യ ബസ്സുകൾ. 4 വർഷം മുൻപാണ് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. കുഞ്ഞോം, കുങ്കിച്ചിറ, പേരിയ, ആലാറ്റിൻ, കരിമ്പിൻ, വാളാട് എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള പ്രധാന റോഡാണിത്. 3 KSRTC ഉൾപ്പെടെ 7 ബസ്സുകൾ ദിവസവും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. റോഡ് തകർന്നതോടെ മിക്ക ദിവസവും വർക്ക്ഷോപ്പിലാകുന്ന ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാനൊരുങ്ങുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ കിലോമീറ്ററുകൾ ചുറ്റി പൊർലോം, കരിമ്പ് വഴിയാണ് മാനന്തവാടി റോഡിലെത്തുന്നത്. മഴക്കാലമായാൽ ഈ വഴി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടും. എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 3-4 വർഷത്തോളായി വളരെ ബുദ്ധിമുട്ടിലാണുള്ളത്. കാൽനട യാത്ര പോലും ദുസ്സഹമായ രീതിയിലാണുള്ളത്. എത്രയും പെട്ടെന്ന് ഇത് നന്നാക്കാനുള്ള ഏർപ്പാട് അധികാരികളുടെ മുമ്പിൽ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഓരോ ബസ്സും ഇപ്പം 10-20 മിനിറ്റ് എടുത്തുകൊണ്ടാണ് കുഞ്ഞോത്തുനിന്ന് നെരൽപ്പുഴ എത്തുന്നത്. അതുകൊണ്ട് റണ്ണിങ് ടൈം പോലും മാറിയിട്ടാണ്. അതുകൊണ്ട് വണ്ടി ഒരു ട്രിപ്പ് കുഞ്ഞോത്ത് പോയി മാനന്തവാടി എത്തിയാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് പൊട്ടിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പകുതി ബസ്സും ഇപ്പോൾ കുഞ്ഞോത്തേക്ക് ഓടുന്നില്ല. എത്രയും പെട്ടെന്ന് ആ റോഡ് നന്നാക്കണമെന്നാണ് നമുക്ക് പറയാം. വയനാട് ന്യൂസ് കോറോ. വയനാടിനെ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി KSEB സെക്ഷൻ ഓഫീസുകളുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. കാട്ടിക്കുളത്ത് റോഡ് ഷോ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായാദേവി ഫ്ളാഗ് ഓഫ് ചെയ്തു.
സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലാ പ്രഖ്യാപനം ഈ മാസം 27-ന് മന്ത്രി എം മണി കൽപ്പറ്റയിൽ നിർവഹിക്കും. എംപിമാരും MLAമാരും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം സ്തുത്യർഹമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒരേ മനസ്സോടെ നാടിന് നീങ്ങാൻ കഴിഞ്ഞതിന്റെ ഫലമായാണ് ഇത്തരമൊരു നേട്ടം നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇത് ഭാവിയിലേക്കുള്ളൊരു ചൂണ്ടുപലക കൂടി. മാനന്തവാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സുരേഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉഷ കൂട്ടുങ്കൽ, സജി പൗലോസ്, CP സുധീഷ്, VG ബിനു എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിലെ 18 സെക്ഷനിലെയും ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കെടുക്കുന്ന റോഡ് ഷോ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി മെയ് 26-ന് കൽപ്പറ്റയിൽ സമാപിക്കും. 2000-ലധികം പട്ടികജാതി വർഗ്ഗക്കാർക്കുമാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ഈ വരുന്ന ശനിയാഴ്ച 27-ാം തീയതി കാലത്ത് 11 മണിക്ക് ബഹുമാനപ്പെട്ട വൈദ്യമന്ത്രി നിർവഹിക്കുന്നത്. വയനാട് ന്യൂസ്, മാനന്തവാടി. ബാണാസുര സാഗർ ഡാമിൽ സ്ഥാപിക്കുന്ന രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് സോളാറിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. കേന്ദ്ര സഹായത്തോടെ സംസ്ഥാന വൈദ്യുതി വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ടോപ്പ് സോളാർ പദ്ധതി വിജയകരമായതോടെയാണ് ഫ്ലോട്ടിംഗ് പദ്ധതിയുമായി വൈദ്യുതി വകുപ്പ് രംഗത്തെത്തിയത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജലത്തിനു മുകളിലൂടെ സോളാർ പാനൽ ബാണാസുര ഡാമിൽ സ്ഥാപിച്ചിരുന്നു. ഈ പദ്ധതി വിജയകരമായതോടെയാണ് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന 18 പ്ലോട്ടുകൾ ചേർന്ന സോളാർ പാനൽ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. കേന്ദ്ര സഹായത്തോടെ 9.29 കോടി ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച് ജൂൺ മാസത്തോടെ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ 10 കിലോവാട്ട് ഫ്ലോട്ടിംഗ് സോളാറിന് പുറമെ 440 കിലോവാട്ട് റൂഫ് ടോപ്പ് സോളാർ പാനലിൽ ഡാമിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഫ്ലോട്ടിംഗ് സോളാറിൽ നിന്നും പ്രതിദിനം 40 യൂണിറ്റ് വൈദ്യുതിയും റൂഫ് ടോപ്പിൽ നിന്നും 2000 യൂണിറ്റ് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. സോളാർ പാനലിൽ നിന്നും 3000 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡാമിൽ വെള്ളം നിറയുന്നതോടെ ഫ്ലോട്ടിംഗ് പാനൽ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചാണ് പ്രവർത്തിക്കുക. പദ്ധതി പൂർത്തിയാകുന്നതോടെ ജല സൗരോർജ്ജ മേഖലകളിൽ നിന്നായി വൈദ്യുതി ഉൽപ്പാദന നേട്ടം കൈവരിക്കാൻ ബാണാസുര ഡാമിന് കഴിയും. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ക്ഷീരകർഷകർക്ക് ഇനി ജില്ലയിൽ 24 മണിക്കൂറും വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ലഭിക്കും. വെറ്റിനറി ആശുപത്രികളിൽ ഡോക്ടർമാർ ഇനി രാത്രിയിലും സേവനത്തിനുണ്ടാകും. ബ്ലോക്ക് തലത്തിൽ ഒരാശുപത്രിയിലായിരിക്കും സേവനം. ഇതുവരെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെയായിരുന്നു വെറ്റിനറി ഡോക്ടർമാർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. പുതിയ സംവിധാനത്തിനായി ബത്തേരി, കൽപ്പറ്റ, പനമരം, മാനന്തവാടി ബ്ലോക്കുകളിൽ കരാറടിസ്ഥാനത്തിൽ കൂടുതൽ വെറ്ററിനറി ഡോക്ടർമാരെ നിയമിച്ചു. ഒരു ബ്ലോക്കിൽ ഒരു ആശുപത്രിയിലായിരിക്കും 24 മണിക്കൂർ സേവനം. മൃഗഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തതിനെ തുടർന്ന് ക്ഷീരമേഖലയിൽ നിന്ന് കർഷകർ അകലാൻ തുടങ്ങിയിരുന്നു. കിടാരികൾക്ക് പകുതി വിലയ്ക്ക് കാലിത്തീറ്റ നൽകുന്ന പദ്ധതിയുടെ പ്രയോജനം 1177 കർഷകർക്ക് ലഭിച്ചതായി മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. പുൽപ്പള്ളി, മൂപ്പൈനാട്, മേപ്പാടി, കാട്ടിക്കുളം, നൂൽപ്പുഴ, പനമരം ഗ്രാമപഞ്ചായത്തുകളിൽ ജീവനോപാധി പദ്ധതിയിൽ 49 ലക്ഷം രൂപ ചെലവഴിച്ചു. വെറ്ററിനറി ലാബുകളുടെ നവീകരണത്തിനും മൃഗാശുപത്രി വികസനത്തിനുമായി 2.9 ലക്ഷം രൂപ ചെലവഴിച്ചു. ഒരാൾക്ക് 5 ആടുകളെ വാങ്ങാൻ 25,000 രൂപ സബ്സിഡി നൽകുന്ന പദ്ധതി പ്രകാരം ജില്ലയിൽ 30 യൂണിറ്റുകൾ നിലവിൽ വന്നു. 10 താറാവ് കുഞ്ഞുങ്ങൾക്കും കൂടിനുമായി 1200 രൂപ സബ്സിഡി നൽകുന്ന പദ്ധതിയിൽ 60 യൂണിറ്റുകൾ തുടങ്ങിയെന്നും വകുപ്പ് അധികൃതർ അറിയിച്ചു. തെരുവ് നായ്ക്കളുടെ വന്ധ്യംകരണത്തിന് 6 ലക്ഷം രൂപയും നാട്ടാനകളുടെ ചികിത്സയ്ക്ക് 2.35 ലക്ഷവും ചെലവഴിച്ചതായി കൃഷി മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ കൽപ്പറ്റയിൽ അറിയിച്ചു. AP ഷാജി, വയനാട് ന്യൂസ്, ബത്തേരി. കൽപ്പറ്റ നഗരസഭയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കോടികൾ ചെലവഴിച്ച് നടപ്പിലാക്കിയ കാരാപ്പുഴ ജലസേചന പദ്ധതി ഫലപ്രദമായില്ല. നഗരത്തിൽ പൈപ്പ് പൊട്ടുന്നത് പതിവ് കാഴ്ചയാണ്. കുടിവെള്ളമില്ലാതെ നാട്ടുകാർ പരാതിയുമായി നിരന്തരം വാട്ടർ അതോറിറ്റിയിലും നഗരസഭയിലും കയറിയിറങ്ങുകയാണ്. കൽപ്പറ്റ നഗരസഭാ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാണ് വാട്ടർ അതോറിറ്റിയുമായി സഹകരിച്ച കൽപ്പറ്റ നഗരസഭ കാരാപ്പുഴ കുടിവെള്ള പദ്ധതിക്ക് രൂപം നൽകിയത്. 65 കോടി രൂപ ചെലവഴിച്ച പദ്ധതി 1.5 വർഷം മുമ്പാണ് കമ്മീഷൻ ചെയ്തത്. എന്നാൽ പഴയ പൈപ്പുകൾ മാറ്റാതെയാണ് കണക്ഷൻ നൽകിയത്. ഇതിനാൽ വെള്ളത്തിന്റെ മർദ്ദം കൂടുമ്പോൾ പൈപ്പുകൾ പൊട്ടുന്നത് പതിവ് കാഴ്ചയാണ്. അശാസ്ത്രീയമായ രീതിയിൽ നഗരസഭാ അധികൃതർ പദ്ധതി തയ്യാറാക്കിയെന്നാണ് ആരോപണം ഉയരുന്നത്. പൈപ്പുകൾ പൊട്ടുന്നത് പതിവായതോടെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങുന്നു. കോടികൾ ചെലവഴിച്ചതല്ലാതെ പദ്ധതി ഇതുവരെയും ലക്ഷ്യത്തിലെത്തിക്കാൻ നഗരസഭാ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. 10 കോടി രൂപ ചെലവഴിച്ചാൽ മാത്രമേ പഴയ പൈപ്പുകൾ മാറ്റാൻ കഴിയൂവെന്നാണ് നഗരസഭയുടെ വിശദീകരണം. നിയന്ത്രണമില്ലാതെ കുടിവെള്ളം വിതരണം ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം കിട്ടാക്കനിയാവുന്നത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ.
വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന മാനന്തവാടി മർച്ചന്റ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. സ്ഥാനാർത്ഥി ആസിഫ് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. തെരഞ്ഞെടുപ്പിന് 20 ദിവസം മുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചില്ലെന്ന് ആസിഫ് പരാതിയിൽ പറഞ്ഞു. പുതിയ തീയതി പിന്നീട് തീരുമാനിക്കും. അസോസിയേഷനിലെ 2 വിഭാഗങ്ങൾ തമ്മിലാണ് മാനന്തവാടിയിൽ പൊരിഞ്ഞ പോരാട്ടം. 18 വർഷമായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന കെ ഉസ്മാൻ ഒരു ഭാഗത്ത് മത്സരിക്കുമ്പോൾ കെ മുഹമ്മദ് ആസിഫും സംഘവുമാണ് മറുഭാഗത്തുള്ളത്. ഉസ്മാൻ പ്രസിഡന്റായ ഭരണസമിതിയിൽ 7 ടൈമിലും ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ആസിഫ്. സ്വജനപക്ഷപാതവും ധാർഷ്ട്യവും നിറഞ്ഞ നിലപാടാണ് കെ ഉസ്മാൻ സ്വീകരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ നേതൃമാറ്റം വ്യാപാരികൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുമാണ് ആസിഫ് പക്ഷത്തിന്റെ അഭിപ്രായം. വിവിധ കാരണങ്ങളാൽ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ആസിഫിനൊപ്പമാണ് നിലകൊള്ളുന്നത്. സംഘടനയിലെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏകാധിപതിയെ പോലെ പെരുമാറി പുറത്താക്കുന്ന നടപടി ശരിയല്ലെന്നും ഇവർ പറയുന്നു. ആദ്യകാലത്ത് 245 പേർ സംഘടനയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 1030 പേരാണ് ഉള്ളത്. താൻ വ്യാപാരി സമൂഹത്തിന് നൽകിയ പിന്തുണയും വിശ്വാസവും ഇത്തവണ വിജയം നൽകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ഉസ്മാൻ പറഞ്ഞു. വർഷങ്ങളായി മാനന്തവാടിയിൽ കച്ചവടം നടത്തുന്ന പലരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി നഗരസഭയ്ക്ക് പുറത്തുള്ളവരെ പോലും ചേർത്താണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കിയതെന്നും ഇതിൽ വ്യാപക ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നതെന്നും മുഹമ്മദ് ആസിഫ് പറഞ്ഞു. പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ നിരവധി ആളുകളുടെ വ്യാജമായിട്ടുള്ള അനർഹരായ വ്യാപാരികളുടെ പേര് ചേർത്തുകൊണ്ട് ഏതാണ്ട് 100ഓളം കച്ചവടക്കാരുടെ പേര് ലിസ്റ്റാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളായിട്ട് മാനന്തവാടിയിൽ കച്ചവടം ചെയ്യുന്ന പഴയകാല വ്യാപാരികളായ 10-30ഓളം ആളുകളുടെ പേരില്ല. ഒരുപാട് മാനന്തവാടി ടൗണിൽ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്ന സംഘടന തന്നെ രൂപം കൊള്ളുന്നതിന് മുമ്പേ കച്ചവടം തുടങ്ങിയ ആളുടെ പേരില്ല. പകരം വള്ളിയൂർക്കാവിലെയും പുഴക്കോടിയിലെയും അതുപോലെ തന്നെ മാനന്തവാടി നഗരസഭ പരിധി വിട്ടുകൊണ്ട് ഇടവക പഞ്ചായത്തിലെ കച്ചവടക്കാരെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. വീറും വാശിയുമേറിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ ഉസ്മാൻ ആസിഫിനെ 42 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോഴും തർക്കത്തെ തുടർന്ന് മാനന്തവാടി യൂണിറ്റിന്റെ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇതുവരെയും കഴിഞ്ഞതുമില്ല. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ആദിവാസി വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്കായി സർക്കാർ കോടികൾ മുടക്കുമ്പോഴും ആദിവാസികൾ വിദ്യാഭ്യാസ രംഗത്ത് എങ്ങുമെത്തിയില്ലെന്ന് കണക്കുകൾ. മാനന്തവാടി താലൂക്കിൽ നടത്തിയ സർവേയിൽ SSLC വരെ പഠിച്ച ആദിവാസികളുടെ എണ്ണം വെറും 4%. ആക്ഷൻ ഫോർ വെൽഫെയർ ആൻഡ് അവേക്കനിങ് ഇൻ ട്രൈബൽ ഹാംലെറ്റ് പ്രൊജക്ട് ചെയർമാൻ PJ ജോൺ മാർഷ് നടത്തിയ സർവേയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. മാനന്തവാടി താലൂക്കിലെ മാനന്തവാടി, എടവക, തിരുനെല്ലി, തവിഞ്ഞാൽ പഞ്ചായത്തുകളിലെ 206 പരം കോളനികളിലായി 11,200 പേരിൽ നടത്തിയ സർവേയിലാണ് SLC പാസ്സായവർ 546 പേരും ഡിഗ്രി വരെ പഠിച്ചവർ 37 പേരുമാണ്. ശതമാന കണക്ക് പ്രകാരം SSLC പാസ്സായവർ 4.87, BA വരെ പഠിച്ചവർ 0.33%. ഇതിൽ 7ാം ക്ലാസ്സിന് താഴെ പഠനം നിർത്തിയവർ 43%, 7നും 10നും ഇടയിൽ പഠനം നിർത്തിയവർ 38%, SSLC പരീക്ഷ എഴുതി 1ഉം 2ഉം വിഷയങ്ങൾക്ക് തോറ്റ് പഠനം നിർത്തിയവർ 67%. SSLC വരെ പഠിച്ച 50% പേർക്കും എഴുത്തും വായനയും അറിയുകയില്ല. മിക്ക കോളനികളിലും SSLC വരെ പഠിച്ച 50% പേർക്കും എഴുത്തും സൂചിപ്പിക്കുന്നു. സമ്പൂർണ്ണ സാക്ഷരത നേടിയ കേരളത്തിലെ ആദിവാസി സമൂഹത്തിന്റെ അവസ്ഥയാണ് ഇത്. കൽപ്പറ്റ, ബത്തേരി കോളനികളിലും ഈ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്നതാണ് വസ്തുത. അമിതമായ മദ്യപാനവും കോളനികളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സാമ്പത്തിക പിന്നോക്കാവസ്ഥയുമാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള പ്രധാന കാരണമായി സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കോടികൾ ഓരോ വർഷവും സർക്കാരുകൾ ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുമ്പോഴും പിന്നാക്കാവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 11,000-ഓളം ജനങ്ങളിൽ സർവേ നടത്തിയപ്പോൾ 456 കുട്ടികൾ ആണ് SSLC പാസ്സായത്. അതിൽ തന്നെ 37 പേർ മാത്രമാണ് BA വരെ എത്തിയിട്ടുള്ളത്. അവർ BA പാസ്സായിട്ടോ കംപ്ലീറ്റ് ചെയ്തോ എന്ന് പറയാൻ സാധിക്കില്ല. 6% താഴെ മാത്രമാണ് ആദിവാസികൾ SSLC പാസ്സായിട്ടുള്ളത്. BA വരെ എത്തിയിട്ടുള്ളവർ 0.5% താഴെ മാത്രമാണ്. അതുപോലെ തന്നെ SSLC വരെ എത്തിയിട്ടുള്ള കുട്ടികൾ തന്നെ 50%-ഓളം കുട്ടികൾക്ക് ശരിയായ രീതിയിൽ എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളതാണ് സത്യം. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. സമ്പന്നമായ ഗോത്രഭാഷയും സംസ്കാരവും ഉണ്ടായിട്ടും ഇതര ഭാഷയിൽ പഠനം നടത്തി പാതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വന്ന ആദിവാസി വിദ്യാർത്ഥികൾ ഇനി ഭയക്കേണ്ട. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്വീകരിക്കാൻ അവരുടെ ഇടയിൽ നിന്നുള്ള അഭ്യസ്തവിദ്യരായ അധ്യാപകരുണ്ടാകും. വയനാട്ടിലെ പ്രൈമറി ക്ലാസുകളുള്ള 241 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ആദിവാസി അധ്യാപകരെ നിയമിക്കാനുള്ള തീരുമാനം സർക്കാരിന്റെ അവിസ്മരണീയമായ നേട്ടങ്ങളിലൊന്നായി മാറുകയാണ്.
ഈ അധ്യയന വർഷം തന്നെ അധ്യാപകരെ നിയമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉദ്യോഗാർത്ഥികളുടെ കൂടിക്കാഴ്ച പൂർത്തിയായി. വിദ്യാഭ്യാസ വകുപ്പിലെയും പട്ടികവർഗ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരാണ് കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. 403 പേരെ ഇന്റർവ്യൂ നടത്തിയാണ് അധ്യാപകരെ തെരഞ്ഞെടുത്തത്. അടിയ പണിയ കാട്ടുനായ്ക്ക വിഭാഗത്തിലുള്ള അഭ്യസ്ത വിദ്യസ്തരെയാണ് തെരഞ്ഞെടുത്തത്. അവരുടെ അഭാവത്തിൽ മറ്റു പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും നിയമനം ലഭിക്കും. ഗോത്രബന്ധു എന്ന പേരിൽ ഈ പദ്ധതി ജൂൺ 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ ഉദ്ഘാടനം ചെയ്യും. അഭ്യസ്തവിദ്യരായ ആദിവാസി യുവതി യുവാക്കൾ ജീവിതമാർഗം കൂടിയാകുന്നതോടെ ഈ മേഖലയിൽ സമഗ്ര മാറ്റത്തിനാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യമായാണ് ആദിവാസി മേഖലയിൽ നിന്നും സ്പെഷ്യൽ അധ്യാപകരെ നിയമിക്കാൻ സർക്കാർ തീരുമാനമെടുക്കുന്നത്. വയനാട്ടിൽ തുടക്കമിടുന്ന ഈ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. വീട്ടിൽ ആദിവാസി ഭാഷ മാത്രം കേട്ടുശീലിച്ച കുട്ടികൾ പൊതുവെ വിദ്യാലയത്തിലെത്തുമ്പോൾ പഠനം ദുഷ്കരമാകുന്നതാണ് കൊഴിഞ്ഞുപോക്കിന് കാരണം. ഇതര ഭാഷ അന്യമായ കുട്ടികൾക്ക് പഠനം അവസാനിപ്പിക്കേണ്ടി വരുന്നു. മാത്രമല്ല മറ്റു കുട്ടികളുമായി ഇടപഴകുന്നതിനും ഈ കുട്ടികൾ പ്രയാസം നേരിടുന്നു. അധ്യാപകരോട് കാര്യങ്ങൾ തുറന്നു പറയാനും ഇവർക്ക് ജാള്യമാണ്. തങ്ങൾക്ക് യോജിക്കാത്ത സ്കൂൾ അന്തരീക്ഷം ഉപേക്ഷിച്ച് അവർ വീടുകളിൽ തന്നെ കഴിയുന്നു. ഇതിന് പരിഹാരമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. അടിയ പണിയർ, ഊരാളി, കാട്ടുനായ്ക്ക എന്നീ വിഭാഗങ്ങളിൽ നിന്നും 1 മുതൽ 4-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനാണ് അധ്യാപകരെ നിയമിക്കുന്നത്. ഇതിനായി കഴിഞ്ഞ ബജറ്റിൽ 4 കോടി രൂപയായിരുന്നു മാറ്റിവെച്ചത്. അനബുർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. മലബാർ അഗ്രി ഫെസ്റ്റിലെ ചക്ക മഹോത്സവം ശ്രദ്ധേയമാകുന്നു. ചക്ക കൊണ്ട് 60-ൽ പരം വിഭവങ്ങളാണ് പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും ഒരുക്കിയിരിക്കുന്നത്. നബാർഡ് ഒരുക്കിയ അഗ്രിഫെസ്റ്റ് മലബാർ ജാങ് ഫ്രാങ്ക് ഫാർമേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ചക്ക മഹോത്സവം ഒരുക്കിയത്. പൂർണ്ണമായും ചക്കയിൽ തയ്യാറാക്കിയ 60-ൽ പരം വിഭവങ്ങളാണ് മേളയുടെ പ്രധാന ആകർഷണം. ചക്ക കൊണ്ടുണ്ടാക്കിയ ഹൽവ, ബിസ്ക്കറ്റ്, സ്ക്വാഷ്, ചമ്മന്തിപ്പൊടി, ചക്ക വറുത്തത്, ചക്ക ഉണക്കിയത്, അച്ചാർ, ജാം എന്നീ വിഭവങ്ങളാണ് മേളയിൽ പുതിയ കാഴ്ചയും രൂപവുമായി മാറുന്നത്. സിന്ദൂരം പശ്ചിമ ബംഗാൾ, റെഡ് കളർ പിങ്ക് പശ്ചിമ ബംഗാൾ, ഗംലസ് മംഗലാപുരം, J33 മഞ്ഞ മലേഷ്യൻ, സൂപ്പർ എയർലി മഞ്ഞ വിയറ്റ്നാം, സൂര്യ ചുവപ്പ് തുടങ്ങി 12ഓളം ഇനം പ്ലാവിൻ തൈകളും മേളയിൽ വിൽപ്പനയ്ക്ക് സജീവമാണ്. ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണി സാധ്യതയുള്ളതിനാൽ ഇന്ന് ചക്ക കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ചക്ക മഹോത്സവത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്ത് തിരുവനന്തപുരത്ത് ഞാൻ ഉൾപ്പെടെ ഇന്നലെ വന്ന് കാത്തിരുന്നത് കർഷകരോടുള്ള സ്നേഹം കൊണ്ടാണ്. 3 വർഷം കൊണ്ട് ഉൽപാദനക്ഷമതയുള്ള 1 ലക്ഷം പ്ലാവും തൈകൾ വയനാട്ടിൽ വളർത്തുക എന്നതും സൊസൈറ്റിയുടെ ലക്ഷ്യമാണ്. ചക്കയും ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കുന്നത് 4 ഉൽപാദന കമ്പനികളും അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രവും ഉറവ കുടുംബശ്രീ എന്നിവയിൽ നിന്നും പരിശീലനം നേടിയ സംരംഭകരുമാണ് ചക്ക മഹോത്സവത്തെ നയിക്കുന്നത്. അഗ്രിഫെസ്റ്റിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ നടക്കുന്ന സെമിനാറുകളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. 28-നാണ് അഗ്രിഫെസ്റ്റ് അവസാനിക്കുന്നത്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. മഴക്കാലപൂർവ്വ രോഗ നിയന്ത്രണം 28-ന് ജില്ലയിൽ ഡ്രൈ ഡേ. ജില്ലയിൽ 1 വർഷം നീളുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും തീരുമാനം. ജില്ലാ മെഡിക്കൽ ഓഫീസർ, ADM തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന വിവിധ വകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി, വയറിളക്കം, H1N1 എന്നിവ പടരുന്നത് തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും യോഗം മാർഗങ്ങൾ ആവിഷ്കരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും എല്ലാ ഗവൺമെന്റ് വകുപ്പുകളിലെയും ജീവനക്കാരുടെ പങ്കാളിത്തം ഉറപ്പാക്കും. വീടുകളിലും സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു. കുടിവെള്ളത്തിന്റെ ശുചിത്വം ഉറപ്പാക്കണം. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ എലിപ്പനി അടക്കം രോഗങ്ങൾക്ക് പ്രതിരോധ മരുന്നുകളും മുൻകരുതലുകളും എടുക്കണം. മഞ്ഞപ്പിത്ത രോഗത്തെ ഗൗരവത്തോടെ കാണണമെന്നും പച്ചമരുന്ന് ചികിത്സയെടുക്കും മുമ്പ് കൃത്യമായ രോഗനിർണയം നടത്തണമെന്നും ADM KM രാജു അധ്യക്ഷനായ യോഗം നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. HRDS സദ്ഗ്രഹ ഭവന പദ്ധതിയിൽ ഈ വർഷം 504 വീടുകൾ നിർമ്മിച്ചു നൽകും. ഇതുവരെ 34 വീടുകൾ നിർമ്മിച്ച് താക്കോൽ കൈമാറി. ഫോട്ടോഗ്രാഫർ ഫെയിം മണിക്ക് ചെതലയം പൂവഞ്ചി കോളനിയിൽ വീട് നിർമ്മിച്ചു നൽകിയതും HRDS ആണ്. വീടൊന്നിന് 3.75 ലക്ഷം രൂപയാണ് ചെലവാക്കുന്നത്. ഇന്ത്യയിൽ 3 ലക്ഷം വീടുകളും കേരളത്തിൽ 2000 വീടുകളും വയനാട് ജില്ലയിൽ 504 വീടുകളും നിർമ്മിക്കാനാണ് സംഘടന ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ കോർഡിനേറ്റർ P. സുദേവൻ പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ആദ്യമായി തിരഞ്ഞെടുത്തത് പൊഴുതന പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ആദിവാസി ഭവനരഹിതരെയാണ്. സിമന്റോ മണലോ കമ്പിയോ ഉപയോഗിക്കാതെയാണ് വീടുകളുടെ നിർമ്മാണം. HRDSന്റെ പ്രസിഡന്റ് മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ S. കൃഷ്ണകുമാറാണ്. സംഘടന അടുത്ത 5 വർഷം കൊണ്ട് വയനാട്ടിലെ ഭവനരഹിതരായ എല്ലാ ആദിവാസികൾക്കും
വീട് നിർമ്മിച്ചു നൽകുമെന്നും സുദേവൻ പറഞ്ഞു. വീട് നിർമ്മാണത്തിന് 2 ആഴ്ചയുടെ അധ്വാനം മാത്രം മതി എന്നതാണ് പ്രത്യേകത. 10 വർഷത്തേക്ക് വീടുകൾ കേടുപാടുകൾ സംഭവിച്ചാൽ HRDS പരിഹരിച്ചു കൊടുക്കും എന്ന സാക്ഷ്യപത്രവും നൽകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഭാവന ചെയ്യുന്നത് കേരളത്തിലുടനീളം ഏകദേശം 2000 വീടുകളും ഇന്ത്യയിലുടനീളം 3 ലക്ഷം വീട്, ഈ വയനാട്ടിൽ മാത്രം 504 വീടുമാണ്. AP ഷാജി, വയനാട് ന്യൂസ്, ചിരാൽ. വരൾച്ച പ്രതിരോധിക്കാൻ പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പൂതാടി പഞ്ചായത്തുകൾക്കായി ഗവൺമെന്റ് അനുവദിച്ച 80 കോടി രൂപയുടെ പ്രവൃത്തികളിൽ തലക്കുളങ്ങൾക്കും മൺചിറകൾക്കും മുൻഗണന നൽകണമെന്ന ആവശ്യമായിരുന്നു. ഇപ്പോൾ വിഭാവനം ചെയ്യുന്ന പദ്ധതികളിൽ തലക്കുളങ്ങൾക്ക് ഒരു പരിഗണനയും നൽകിയിട്ടില്ല. തലക്കുളങ്ങൾ നിർമ്മിച്ചാൽ പെയ്യുന്ന മഴവെള്ളം മുഴുവനും ഒഴുകിപ്പോകാതെ സംരക്ഷിക്കാനും ആ മേഖലയിലെ കിണറുകളിലും കൃഷിയിടങ്ങളിലും ജലനിരപ്പ് ഉയർത്തി വരൾച്ച പ്രതിരോധിക്കാനും കഴിയും. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഇത് നിർമ്മിക്കാൻ കഴിയുമെങ്കിലും നടപ്പിലാക്കാതെ മൺകയ്യാലകൾക്കും പുല്ലുവെച്ചു പിടിപ്പിക്കുന്നതിനും മരത്തൈകൾ നടുന്നതിനും ഫണ്ടുകൾ ചെലവഴിക്കാനാണ് അധികൃതർക്ക് താൽപര്യം. കർഷകർ തന്നെ സ്വന്തം കൃഷിയിടങ്ങളിൽ തലക്കുളങ്ങളും കുളങ്ങളും നിർമ്മിച്ചാൽ കൃഷിഭൂമിയിൽ പെയ്യുന്ന മഴവെള്ളം മുഴുവനും സംഭരിക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകാതെയാണ് പദ്ധതികൾ തയ്യാറാക്കിയതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ ഭൂമിക്ക് അനുയോജ്യമായ പദ്ധതികളാണ് നടപ്പിലാക്കേണ്ടത്. മുൻകാലങ്ങളിൽ കയ്യാലകൾക്കും മറ്റും പണം ചെലവഴിച്ചത് ആർക്കും പ്രയോജനമില്ലാതെ പോവുകയാണ് ചെയ്തത്. കയ്യാലകൾ പുനർനിർമ്മിക്കുന്നതിന് സർക്കാർ ഫണ്ടുകൾ ചെലവഴിക്കുമ്പോൾ പണം പാഴാവാതെ നോക്കേണ്ടതുണ്ട്. ഇത് ഉറപ്പുവരുത്താൻ ജനകീയ കമ്മിറ്റികൾ മുഖാന്തിരം പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. ഇന്ന് തലക്കുളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ മാത്രമേ ഭാവിയിൽ നമ്മുടെ ഈ പ്രദേശത്തെ വരൾച്ചയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആവിഷ്കരിക്കുന്ന പുതിയ പദ്ധതിയിൽ തലക്കുളങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഇവിടുത്തെ പൊതുവായിട്ടുള്ള അഭിപ്രായം. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വയനാടിന്റെ കർണാടക അതിർത്തി മേഖലകളായ ബാവലിയിലും കബനി തീരത്ത്, പെരിക്കല്ലൂർ, കടവ് മേഖലകളിലും ലഹരികടത്ത് സംഘങ്ങളായ കാർട്ടലുകൾ വലവിരിക്കുന്നതായി റിപ്പോർട്ട്. മാവോയിസ്റ്റ് മുഖംമൂടിയണിഞ്ഞ പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നവരിൽ പലരും കാർട്ടലുകളാണെന്ന സംശയം. കർണാടകയുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന വയനാടൻ വനാന്തരങ്ങളിൽ മാവോയിസ്റ്റുകൾക്കൊപ്പം വൻ ലഹരി കടത്തു സംഘങ്ങളായ കാർട്ടലുകളും താവളങ്ങൾ നിർമ്മിക്കുന്നതായാണ് വിവരം. കഞ്ചാവ് വാറ്റിയെടുക്കുന്ന ഹാഷിഷ് ഓയിൽ, ഹെറോയിൻ എന്നിവ നമ്മുടെ വനമേഖലയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന രാസലഹരി ശേഖരം സൂക്ഷിക്കാനും കാടുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തെ 8 മാവോയിസ്റ്റ് അനുകൂല ഗ്രൂപ്പുകൾക്ക് വിദേശ ഭീകര സംഘടനകളിൽ നിന്ന് പണവും ആയുധവും ലഭിക്കുന്നതായും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. നക്സൽ മാവോയിസ്റ്റ് സംഘടനകളിലൂടെയാണ് പ്രധാനമായും രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞുകയറുന്നതെന്നും മിലിറ്ററി ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രാദേശിക മാവോയിസ്റ്റ് സംഘടനകൾക്ക് സ്വാധീനമുള്ള ഗറില്ല മേഖലയിൽ പണവും ലഹരി വസ്തുക്കളും നൽകി കാർട്ടലുകൾ വരുതിയിലാക്കുന്നതായാണ് വിവരം. സുരക്ഷാ സേനയ്ക്കെതിരെ നടക്കുന്ന പല ആക്രമണങ്ങളും കാർട്ടലുകളാണ് ആസൂത്രണം ചെയ്യുന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. മാവോയിസ്റ്റ് താവള രൂപീകരണം നടക്കുന്ന ട്രൈ ജംഗ്ഷൻ വനങ്ങളിൽ ലഹരി കടത്ത് സംഘത്തിന്റെ വൻ സാന്നിധ്യം സംശയിക്കുന്നുണ്ട്. ബാവലി, പെരിക്കല്ലൂർ, കടവ് പ്രദേശങ്ങളിൽ മദ്യം തേടിയെത്തുന്നവരെ ലഹരി കടത്ത് സംഘങ്ങൾ മിക്കവാറും കീഴടക്കി കഴിഞ്ഞു. നേരാംവണ്ണം മദ്യം വിറ്റിരുന്ന ബെവ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടിയതോടെ ലഹരി തേടി എത്തിയവരാണ് പ്രധാനമായും കാർട്ടലുകളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് ഇരയാകുന്നത്. ചൂതാട്ട വ്യഭിചാര കേന്ദ്രങ്ങളും ലഹരി മാഫിയയുടെ ഒത്താശയോടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നിഗമനം. ബാവലിയിലും പെരിക്കല്ലൂരിലും സുശക്തമായ പോലീസ് സംഘമില്ലാത്തത് കാർട്ടലുകൾക്ക് അനുഗ്രഹമായിട്ടുണ്ട്. കാടടച്ച് വെടിവെക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധമൊരുക്കുന്ന കാര്യത്തിൽ ജില്ലാ പോലീസ് കാര്യക്ഷമത കാണിക്കുന്നില്ല എന്ന അഭിപ്രായം ശക്തമാണ്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. കബനി തീരം വഴി കർണാടകയിൽ നിന്ന് ചുവന്ന ചടയൻ കഞ്ചാവ് ജില്ലയിൽ എത്തുന്നത് വ്യാപകമായിട്ടും പോലീസോ എക്സൈസോ തടയാൻ നടപടിയെടുക്കുന്നില്ലെന്ന പരാതി. കർണാടകയിലെ ഹള്ളികളിലും വനങ്ങളിലും വിളയുന്ന കഞ്ചാവാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതിനായി കബനി തീരത്ത് എത്തിക്കുന്നത്. ബൈരക്കുപ്പയിലെ ഏജന്റുമാർ മുഖേനയാണ് പുൽപ്പള്ളിയിൽ എത്തിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കഞ്ചാവ് കൊണ്ടുപോകുന്നത്. മലബാറിലെ കഞ്ചാവിന്റെ കവാടമായി ബൈരക്കുപ്പ മാറിക്കഴിഞ്ഞു. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലേക്കും കഞ്ചാവ് എത്തുന്നുണ്ട്. ബൈരക്കുപ്പയിൽ എത്ര പേരെ പിടിച്ചാലും പുതിയ ആളുകൾ പിന്നെയും കച്ചവട രംഗത്ത് എത്തുന്നു. ചെറുപ്പക്കാരും ഈ രംഗത്ത് സജീവമായിട്ടുണ്ട്. കടുപ്പം കൂടിയ ഒഡീഷൻ കഞ്ചാവിനാണ് ആവശ്യക്കാർ ഏറെ. കർണാടക അതിർത്തിയിലെ കോളനികളിലും കൃഷിയിടങ്ങളിലും വനപ്രദേശത്തുമെല്ലാം സൂക്ഷിക്കുന്ന കഞ്ചാവ് രാത്രികാലങ്ങളിലാണ് ഇക്കരെ എത്തിക്കുന്നത്. ബൈരക്കുപ്പയിൽ സ്ഥാപിച്ച പോലീസ് ഔട്ട് പോസ്റ്റിൽ ജീവനക്കാരുടെ കുറവ് മൂലം യാതൊരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയാണ്. മീനങ്ങാടിയിൽ നിന്നും ബത്തേരിയിൽ നിന്നും എത്തുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ പകൽ സമയത്ത് പരിശോധന നടത്തി മടങ്ങാറാണ് പതിവെന്ന് നാട്ടുകാർ പറയുന്നു.
പുൽപ്പള്ളി മേഖലയിൽ എക്സൈസ് ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പെരിക്കല്ലൂർ പോലീസിന്റെ ഒരു ഔട്ട്പോസ്റ്റ് തുറന്ന് പ്രവർത്തിക്കുകയും അതിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് ആ ഔട്ട്പോസ്റ്റ് അടച്ചുപൂട്ടുകയും ഇന്ന് ഒട്ടനവധി മയക്കുമരുന്നും മദ്യവും വൈരക്കുപ്പ വഴിയും മരക്കട വഴിയും കുള്ളംകൊല്ലി പുൽപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഔട്ട്പോസ്റ്റ് തുറന്ന് പ്രവർത്തിച്ച് ഇങ്ങനെയുള്ള മദ്യം മയക്കുമരുന്ന് കള്ളക്കടത്തുകാർക്ക് സഹായിക്കാതെ അവരെ പിടിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടികളും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. കർണാടക വനത്തിൽ നിന്ന് കൂട്ടമായി എത്തുന്ന ആനകൾ അതിർത്തി മേഖലയിൽ വൻ കൃഷിനാശമുണ്ടാക്കുന്നു. വണ്ടിക്കടവ് മാടപ്പള്ളിക്കുന്ന് മേഖലയിലാണ് കാട്ടുമൃഗങ്ങളെ കൊണ്ട് ദുരിതമനുഭവിക്കുന്നത്. കാട്ടാനക്കൂട്ടത്തിന് പുറമെ പന്നി, കുരങ്ങ്, മലയണ്ണാൻ എന്നിവയും കൃഷി നശിപ്പിക്കുന്നുണ്ട്. തെങ്ങിന് മുകളിൽ കയറുന്ന മലയണ്ണാനും കുരങ്ങും കരിക്കടക്കം പറിച്ച് താഴെയിടുകയാണ്. നിലത്ത് വീഴുന്ന തേങ്ങ കാട്ടുപന്നി പൊതിച്ചു തിന്നുന്നു. ചേന, ചേമ്പ്, കപ്പ തുടങ്ങിയ കൃഷി ചെയ്താൽ വന്യമൃഗങ്ങൾ ആദായമെടുക്കുമെന്ന സ്ഥിതിയായി. വണ്ടിക്കടവ്, ചെത്തിമറ്റം, കാപ്പിസെറ്റ്, അമരക്കുനി, ചീയമ്പം, ചാമപ്പാറ, കൊളവള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലെ കർഷകരും കൃഷിനാശത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവരാണ്. വണ്ടിക്കടവ് മുതൽ മാടപ്പള്ളിക്കുന്ന് വരെ വേലിയും കിടങ്ങുമുണ്ട്. എന്നാൽ ഇവ തകർത്താണ് ആനയും മറ്റും കൃഷിസ്ഥലങ്ങളിലെത്തുന്നത്. വന്യമൃഗശല്യമുണ്ടാകുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. സിറ്റി ക്ലബിന്റെ വനവൽക്കരണത്തിന്റെ ഭാഗമായി പുൽപ്പള്ളി 56 പ്ലാവിൻ തൈകൾ നട്ടു. അന്യമായിക്കൊണ്ടിരിക്കുന്ന പ്ലാവുകളെ സംരക്ഷിക്കുകയും അമരക്കുനി 56 പ്രദേശങ്ങളിലെ വരൾച്ച പ്രതിരോധിക്കുകയുമാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് അംഗം അനിമോൻ ഉദ്ഘാടനം ചെയ്തു. ജോണി നെടുകൊല്ലയിൽ അധ്യക്ഷനായിരുന്നു. PA ഡിവൻസ്, സണ്ണി ആൻസ്, രാജെ, ജോഷി എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷനും കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ജില്ലാ അത്ലറ്റിക് ഫെഡറേഷനും സംയുക്തമായി ലോക പുകയില വിരുദ്ധ ദിനത്തിൽ വയനാട് റൺ മാരത്തോൺ സംഘടിപ്പിക്കുന്നു. മീനങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ബത്തേരിയിൽ മാരത്തോൺ സമാപിക്കും. പുരുഷന്മാർ 10 കിലോമീറ്ററും സ്ത്രീകൾ 5 കിലോമീറ്ററുമാണ് ഓടേണ്ടത്. വയനാട് റൺ മാരത്തോണിന്റെ ലോഗോ ജില്ലാ പോലീസ് മേധാവി രാജ്പാൽ മീണ പ്രകാശനം ചെയ്തു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് അബ്രഹാം, സെക്രട്ടറി PB സനോജ്, ഡോക്ടർ മനു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ജൂൺ 4-ാം തീയതി ഞായറാഴ്ച രാവിലെ മീനങ്ങാടിയിൽ 8:30 ഒരു കൂട്ടയോട്ടവും മാരത്തോണും സംഘടിപ്പിക്കുകയാണ്. രാവിലെ PBM ഹോസ്പിറ്റലിന് മുൻവശത്ത് നിന്നാണ് കൂട്ടയോട്ടം ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ രാജ്പാൽ മീണ ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. തുടർന്ന് നടത്തുന്ന പുരുഷ വനിതാ മാരത്തോൺ മത്സരങ്ങൾ മീനങ്ങാടി സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് വിൽട്ടൺ ഹോട്ടലിന്റെ സമീപത്ത് സമാപിക്കുന്നതാണ്. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം വയനാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 27-ന് കൽപ്പറ്റ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ തൊഴിൽ നൈപുണ്യ പ്രദർശനം സ്കിൽ ഫെസ്റ്റ് 2017 നടക്കും. വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിവിധ വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയും തൊഴിൽ വൈദഗ്ധ്യമുണ്ടാക്കുന്ന സ്റ്റാളുകളും മേളയുടെ ഭാഗമായി ഉണ്ടാകും. കാലത്ത് 9 മണിക്ക് CK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാടൻ റോഡുകളിൽ പൊതുജനങ്ങളുടെ നടുവൊടിക്കുന്ന കുഴികൾ. മഴക്കാലമെത്തിയിട്ടും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാൻ നടപടിയില്ല. എസ്റ്റിമേറ്റ് കരാർ ലോബികൾ അരങ്ങ് തകർക്കുന്നു. ബാണാസുര സാഗറിൽ ഫ്ലോട്ടിംഗ് സോളാർ പാനൽ ജൂണിൽ കമ്മീഷൻ ചെയ്യും. സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ല പ്രഖ്യാപനം മന്ത്രി MM മണി 27-ന് കൽപ്പറ്റയിൽ നടത്തും. മർച്ചന്റ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട്. മാനന്തവാടിയിൽ തിരഞ്ഞെടുപ്പ് മാറ്റി. ആദിവാസി വിദ്യാഭ്യാസത്തിന് മുടക്കുന്ന കോടികൾ പാഴിൽ. 70% അക്ഷരങ്ങൾ അറിയില്ല. വരൾച്ച നേരിടാൻ 80 കോടി ചെലവിടുമ്പോൾ തലക്കുളങ്ങളും മൺചിറകളും സംരക്ഷിക്കുന്നതിന് പ്രാമുഖ്യം നൽകണമെന്ന് പുൽപ്പള്ളിയിൽ കർഷക സംഘടനകൾ. വയനാടിന്റെ കർണാടക അതിർത്തി മേഖലകളിൽ ലഹരി കടത്തുന്ന കാർട്ടലുകൾ. കാടുകളിൽ വിദേശ രാസലഹരി സംഭരണമെന്ന മിലിറ്ററി ഇന്റലിജൻസ്. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.